ഡോക്ടർ പി.വി. രാജഗോപാൽ. കേരളം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ കാൽപ്പാട് പിന്തുടർന്ന് ഇന്ത്യയുടെ ആത്മാവ് തേടുന്ന മലയാളി. ഗാന്ധിയൻ ദർശനങ്ങൾ ജീവിതത്തിൽ ഉൾച്ചേർത്ത് ഭൂരഹിതർക്കിടയിലേക്ക് നടന്നു ചെല്ലുന്ന വ്യക്തിത്വം. ഒരു തുണ്ട് ഭൂമി ഓരോ ഇന്ത്യൻ പൗരന്റെയും ജീവിതാവകാശം എന്നു കരുതി തിരസ്കൃത സമൂഹത്തിന്റെ കാവലാളായി തീർന്ന ഗാന്ധിമാർഗ പ്രവർത്തകൻ. ഭൂമിക്ക് വേണ്ടിയുള്ള സഹന സമരങ്ങളിലൂടെ വിപ്ലവകരമായ സാമൂഹിക ചലനങ്ങൾ സൃഷ്ടിച്ച ഈ ഗാന്ധിയനെ ഉത്തരേന്ത്യൻ ഗ്രാമീണർ സ്നേഹത്താൽ രാജാജി എന്ന് വിളിക്കുന്നു. കാലുകൾ കൊണ്ട് കാലത്തെയും ദൂരത്തെയും അതിജീവിക്കാമെന്ന ഗാന്ധിയൻ ചലനാത്മക പ്രവർത്തനമായ പദയാത്രയാണ് അധികാര കേന്ദ്രങ്ങളെ ഉണർത്താനുള്ള സമരമാർഗമായി രാജാജി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കലാപകലുഷിതമായ ചമ്പൽ താഴ്വരയിലെ 500-ലധികം കൊള്ളക്കാരെ ആയുധം ഉപേക്ഷിച്ച് അഹിംസയിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിച്ച ആശയത്തിന്റെ പ്രായോഗിക പ്രവർത്തകൻ. ഭരണകർത്താക്കൾ വിസ്മരിക്കപ്പെട്ട ഗ്രാമങ്ങളുടെ വിമോചനത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ സാമൂഹിക മാറ്റം സാധ്യമാകൂ എന്ന ഗാന്ധിയൻ ആശയത്തിന്റെയും തിരിച്ചറിവിന്റെയും വർത്തമാനകാല വ്യക്തിത്വമാണ് ഡോക്ടർ പി.വി. രാജഗോപാൽ. 2007 25,000 ആദിവാസി ദളിത് ഭൂരഹിതരെ അണിനിരത്തി 23 ദിവസം ഗ്വാളിയറിൽ നിന്നും ഡൽഹിയിലേക്ക് നടത്തിയ ജനാദേശ്. 2011 ഒരു വർഷക്കാലം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സമരഭൂമിയിലൂടെ നടത്തിയ ജനസത്യാഗ്രഹ സംവാദയാത്ര. 2012 1,00,000 പേരെ പങ്കെടുപ്പിച്ച് ഗ്വാളിയറിൽ നിന്ന് ആഗ്ര വരെ 11 ദിവസം നീണ്ട ജനസത്യാഗ്രഹ ഉൾപ്പെടെ 30,000 കിലോമീറ്റർ പദയാത്രയിലൂടെ ആർജിച്ച ഊർജമാണ് രാജഗോപാൽ നേതൃത്വം നൽകുന്ന ഏകതാ പരിഷത്തിന്റെ ശക്തി. 1948 ജൂൺ 6 കണ്ണൂർ ജില്ലയിൽ തില്ലങ്കേരി ഗ്രാമത്തിലാണ് രാജഗോപാലിന്റെ ജനനം. ഗാന്ധിയൻ കുടുംബ പശ്ചാത്തലം കുട്ടിക്കാലത്ത് തന്നെ രാജഗോപാലിനെ സ്വാധീനിച്ചിരുന്നു. പഠനത്തോടൊപ്പം കഥകളി അഭ്യസിച്ചിരുന്നുവെങ്കിലും ഈ കല പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനാവില്ലെന്ന് രാജഗോപാൽ തിരിച്ചറിഞ്ഞു. 1969 മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ പ്രമുഖ ഗാന്ധിയനായ ഡോക്ടർ എസ്.എൻ. സുബ്ബറാവു നേതൃത്വം നൽകിയ ഒരു വർഷക്കാലം ഗ്രാമങ്ങളിലേക്ക് എന്ന ട്രെയിൻ യാത്രയിൽ പങ്കാളിയായത് രാജഗോപാലിന്റെ സാമൂഹിക ജീവിതത്തിൽ വഴിത്തിരിവായി. ട്രെയിൻ യാത്രയ്ക്ക് ശേഷം രാജഗോപാൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് മധ്യപ്രദേശിൽ ഗ്വാളിയറിനടുത്ത ജോറയിലാണ്. ഇവിടെ സ്ഥാപിച്ച മഹാത്മാഗാന്ധി സേവാ ആശ്രമത്തിന്റെ സെക്രട്ടറിയായി. ഈ ആശ്രമമാണ് പിൽക്കാലത്ത് ചമ്പൽ കൊള്ളക്കാരുടെ പുനരധിവാസ കേന്ദ്രമായി മാറിയത്. ആയിരക്കണക്കിന് യുവാക്കളെ പരിശീലിപ്പിച്ച് അഹിംസാത്മക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി. 1990 ഏകതാ പരിഷത്തിന്റെ തുടക്കം. മധ്യപ്രദേശിൽ ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങൾ ഏകതാ പരിഷത്തിലൂടെയായിരുന്നു. തുടർന്നുള്ള കഴിഞ്ഞ 25 വർഷത്തെ പ്രവർത്തനങ്ങളും ഇടപെടലും 3 ലക്ഷം ഭൂരഹിതർക്ക് കിടപ്പാടം നേടിക്കൊടുത്തു. ഇന്ത്യയിൽ സാമൂഹിക സന്നദ്ധ സംഘടനകളെ കൂട്ടിയിണക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച രാജഗോപാൽ 2007 മുതൽ പ്രധാനമന്ത്രി അധ്യക്ഷനായ ദേശീയ ഭൂപരിഷ്കരണ കൗൺസിൽ അംഗമായിരുന്നു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി, വൈസ് ചെയർമാൻ എന്നീ നിലകളിലും ഗാന്ധിയൻ സംഘടനകളിൽ സജീവമാണ് രാജഗോപാൽ. സാമൂഹിക പ്രവർത്തകരുടെ പഠന പരിശീലന കേന്ദ്രമായ തമിഴ്നാട്ടിലെ മധുരയിലെ സെസി എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന സെന്റർ ഫോർ എക്സ്പീരിയൻസിംഗ് സോഷ്യോ കൾച്ചറൽ ഇന്ററാക്ഷന്റെ സെക്രട്ടറിയും കോഴിക്കോട് രാമനാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന സേവാ മന്ദിറിന്റെ പ്രസിഡന്റുമാണ് പി.വി. രാജഗോപാൽ. നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ തേടിയെത്തിയ രാജഗോപാലിന് 2014 ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന പുരസ്കാരമാണ് ഒടുവിൽ ലഭിച്ചത്. ലോകമാകെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശവുമായി 2019 രാജ്ഘട്ടിൽ നിന്നും ജനീവയിലേക്കുള്ള ജയ് ജഗത് പദയാത്രയോടനുബന്ധിച്ച് അടുത്ത 5 വർഷം കൊണ്ട് 10 ലക്ഷം ആളുകൾ
ആഗോളതലത്തിൽ കാൽനടയാത്രയിലൂടെ അണിചേരുന്നു. അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് കേരളത്തിൻ്റെ സ്വന്തം PV രാജഗോപാൽ. മാറിയ ലോകക്രമത്തിൽ സമാനതകളില്ലാത്ത സമരങ്ങളും ഇടപെടലുമാണ് ഡോക്ടർ PV രാജഗോപാലിനെ ഭാരതത്തിനകത്തും പുറത്തും ഇതര സാമൂഹിക പ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്.